നമസ്കാരം. ഇന്നലെ ചെകുത്താനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്ക് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഫേക്കാണ്. കാരണം ചെകുത്താൻ എന്ന് പറയുന്ന ആളെ നമുക്കറിയാം, ലാലേട്ടൻ എന്ത് ചെയ്താലും ലാലേട്ടനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു യൂട്യൂബറാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആൾ ചെയ്യുന്നത് ഫേസ്ബുക്കിലൂടെ ആയാലും ഒരു യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിലും ആൾക്കതൊരു പ്ലാറ്റ്ഫോമായെന്ന് മാത്രം. ആൾ എന്തുണ്ടായാലും കുറ്റം മാത്രം പറയുന്ന ഒരാളാണ്. അപ്പോൾ ഈ അടുത്ത് ലാലേട്ടൻ്റെ കുറ്റത്തിനോടൊപ്പം തന്നെ വയനാടുണ്ടായ ആ ഉരുൾപൊട്ടലിൻ്റെ ആ ഒരു സംഭവത്തിൽ മേജർ രവിയും അതുപോലെ തന്നെ മിലിറ്ററി ആയിട്ടുള്ള ഒരുപാട് പേര് ഓഫീസേഴ്സും ലാലേട്ടനും കൂടി അവിടെ ചെന്നപ്പോൾ ചെകുത്താൻ എന്ന് പറഞ്ഞ ആൾക്ക് കുരു പൊട്ടിയത് ലാലേട്ടനെ കണ്ടപ്പോഴാണ്. ലാലേട്ടൻ അവിടെ ചെന്നു, പിന്നെ മേജർ രവി അവിടെ സെൽഫി എടുത്തു. പിന്നെ ലാലേട്ടൻ അവിടെ ചെന്നത് എന്തിനാണ്, ഇദ്ദേഹം എന്ത് കേണലാണ് അല്ലെങ്കിൽ എന്ത് മിലിറ്ററി ഓഫീസറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചെകുത്താൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെകുത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പുതിയൊരു സംസാരം വന്നിരിക്കുന്നത്, ഇന്നലെ അമ്മ സംഘടനയുടെ ഒരു മീറ്റിങ്ങിൽ നടൻ സിദ്ദിഖ് പറഞ്ഞത്, അത് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീനടന്മാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീനടന്മാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം, ഇതിന് രാജ്യത്ത് നിയമമുണ്ട്. അപ്പം നമ്മളതിന് ഇപ്പോഴാണ് അതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോൾ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇനിമേൽ അയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രവൃത്തി ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ശരിയാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല, ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് ലിബർട്ടിയാണുള്ളത്, റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത്. ലിബർട്ടി, നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട്. മറ്റൊരാളെ ഹനിക്കാനോ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല. അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട്. അപ്പോൾ അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട്, മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല. പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ നിന്ന് പോകാൻ സാധിച്ചു. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട്, മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആൾ ഒരുപാട് നാളായി ഒരുപാട് സിനിമാ പ്രവർത്തകർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ ഒരു കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്തുകൊണ്ട് വെറുതെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞുകൊണ്ട്, വെറുതെ ചാനൽ എന്നല്ല, ഒരു യൂട്യൂബിന് ഒരു പേര് പോലുമില്ല, ഒരു യൂട്യൂബ് ചാനൽ പോലും അല്ല, വെറുതെ അദ്ദേഹം വെറുതെ ഒരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് മുന്നിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണെന്ന് മാത്രമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കുറ്റം പറയുന്ന ഒരാൾക്കെതിരെ ഒരുപാട് നാളായി എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് സിനിമാ ഫീൽഡിൽ നിന്ന് സിനിമാ പ്രവർത്തകർ അന്വേഷിച്ചിട്ടും കണ്ടെത്തിയിട്ടും അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടും ഒരുപാട് നാളായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ വയനാട്ടിലത്തെ ഈ ഒരു പ്രശ്നം ഉണ്ടായത്. വയനാട് ചെന്നു, മേജർ രവി സെൽഫി എടുത്തു, ആ ഒരു പ്രശ്നം, പിന്നെ യൂണിഫോം ഇട്ടിട്ട് അവിടെ ചെന്നു എന്നുള്ള പറഞ്ഞിട്ടുള്ള പ്രശ്നം. അപ്പോൾ മേജർ രവി തന്നെ പറയുന്നുണ്ട്, മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, റിട്ടയർഡ് ആയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് യൂണിഫോം ധരിക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ പ്രോട്ടോക്കോളായിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആൾ മോഹൻലാലിനെ എന്ത് പറഞ്ഞാലും, മോഹൻലാലിനെ എന്ത് ചെയ്താലും മോഹൻലാലിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം നടക്കുന്ന ആളായതുകൊണ്ട് ഈ ഒരു പ്രവൃത്തിയിലും മോഹൻലാൽ അവിടെ ചെന്ന് 3 കോടി വാഗ്ദാനം ചെയ്തപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഇയാൾക്ക് അതിനോടുള്ള ഒരു കണ്ണുകടിയും അസൂയകളും. അപ്പോൾ ലാലേട്ടൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ മാത്രമല്ല, ലാലേട്ടൻ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലും എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും ലാലേട്ടനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആൾ കൂടുതലായിട്ട് വീഡിയോകൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അയാൾ വേറെ വീഡിയോകളൊന്നും അങ്ങനെ കൂടുതലായിട്ട് ആളുടെ ഒഫീഷ്യൽ യൂട്യൂബിലായാലും വേറെ ഇൻസ്റ്റയിലായാലും ഒന്നും ആൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവിൽ.
അപ്പോൾ ഇപ്പം ഈ ഒരു പ്രശ്നം നടക്കുന്നത് ലാലേട്ടനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. പിന്നെ കേസ് ആയിട്ട് എടുക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മിലിറ്ററിക്കെതിരെ ഇയാൾ സംസാരിച്ചു, മിലിറ്ററിയെ കളിയാക്കി സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ജയിലിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത് കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് മീഡിയസ് ആളുടെ പിന്നിലായിരുന്നു. ചെകുത്താൻ എങ്ങോട്ട് പോകണം അങ്ങോട്ട് വരും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം, ചെകുത്താൻ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വിചാരിച്ച ഒരു കാര്യം ചിലപ്പോൾ നടന്നു എന്നുള്ളതാവും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കാരണം രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു നാട്ടിലൊരു ഒന്നും അറിയപ്പെടാത്ത ഒരാൾ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയപ്പെട്ടു പോയിട്ടുള്ള ഒരാൾ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് 4 ആൾക്ക് മുന്നിൽ ഫേമസ് ആവുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആൾ ഇതിനോടൊപ്പം നിറവേറ്റി എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇതിനെതിരെ നടൻ സിദ്ദിഖ് എടുത്ത തീരുമാനം ഒരു സംഘടനയുടെ ഒരു തീരുമാനമായിട്ടാണ് നമ്മളെ വിലയിരുത്തുന്നത്. അത് ഒരു കണക്കിന് നന്നായി എന്ന് പറയുന്നു. കാരണം എന്തെങ്കിലും ഒരു വാണിംഗ് ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ഇയാളുടെ ഈ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ വാണിംഗ് കിട്ടിയത് നന്നായി. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വയനാട് ദുരന്തത്തിൻ്റെ ആ ഒരു ശേഷം ലാലേട്ടൻ അവിടെ സന്ദർശിച്ചു. പിന്നെ അത് ലാലേട്ടൻ വന്നത് അവിടെ മിലിറ്ററി ഓഫീസേഴ്സിന് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതൊരു പ്രചോദനമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയുള്ള കാര്യം. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവിടെ വന്നുകൊണ്ട് ലാലേട്ടനെ കണ്ടിട്ട് മിലിറ്ററി ഓഫീസേഴ്സിന് കൂടുതലൊരു കാര്യങ്ങൾ അവിടെ ചെയ്യാനൊന്നുമില്ല, അല്ലെങ്കിൽ ഒരാളെ കണ്ടുകൊണ്ട് അവിടെ വലിയൊരു സംഭവമൊന്നും ആയിട്ടില്ല. ശരിക്കും ലാലേട്ടനെ കാണുമ്പോൾ മിലിറ്ററിക്കാരല്ല അഭിമാനിക്കേണ്ടത്, മിലിറ്ററിക്കാരെ കാണുമ്പോൾ ലാലേട്ടനാണ് അഭിമാനം കൊള്ളേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ചെകുത്താൻ്റെ കംപ്ലൈൻറ്റുകൾ. ഒപ്പം തന്നെ പക്ഷേ ആൾ പറഞ്ഞ കാര്യം ഇത്തിരി ഷൗട്ടിങ്ങിലായിരുന്നു മാത്രം. കാരണം ആൾ പറയേണ്ട രീതി വേറൊരു രീതിയിലായി. അത് മിലിറ്ററിക്കാരെ കുറച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയെ കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വീഡിയോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് അതിനുള്ളൊരു പണിഷ്മെൻറ്റ്, അതായത് ആ രാജ്യസ്നേഹമുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു ഇന്ത്യൻ മിലിറ്ററിയെ കളിയാക്കിയത് കൊണ്ട് തീർച്ചയായിട്ടും ചെകുത്താൻ എന്ന് പറഞ്ഞ ആൾക്ക് ഈ ഒരു പണിഷ്മെൻറ്റ് മൊത്തത്തിൽ കിട്ടിയത് നന്നായി എന്നുള്ള ഒരു അഭിപ്രായം കൂടി നമുക്കുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി.